മക്കളെ, വെൽക്കം ബാക്ക് ടു അസൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ് കേട്ടോ. യെസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് വരുന്ന ഒന്നല്ലേ നമ്മുടെ ഡയറക്ഷൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഡയറക്ഷൻസിൻ്റെ കാര്യങ്ങൾ നോക്കിയാലോ? യെസ്, നമുക്ക് നോക്കാം. മക്കളെ, നിങ്ങളൊരു ക്ലോക്ക് വൈസ് നോക്കിക്കോട്ടോ. അതിൽ നമ്മുടെ മെയിനായിട്ട് അറ്റ് ദ ടോപ്പ് മേലെ എന്താ ഉണ്ടാവുക ആ സമയത്ത് മേലെ ഉണ്ടാവുക എന്താണ്? നോർത്താണ് അല്ലേ? നോർത്താണ് ഉണ്ടാവുക. അങ്ങനെ ക്ലോക്ക് വൈസ് ഇങ്ങനെ ക്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഈസ്റ്റ് അല്ലെ, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് ഇങ്ങനെയാണ് അല്ലെ. അപ്പൊ എന്താണ് ഇതിനെന്താ വിളിക്കുന്നതെന്നറിയോ? ഇതിനെങ്ങനെ പോകുന്നു? ക്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ എന്താ? മേലെ എന്താണ്? നോർത്താണ്. ഇപ്പുറത്തോ? യെസ്, ഈസ്റ്റ് ആണ്. താഴെ സൗത്ത് ആണ്. ദെൻ ഈ സൈഡ് എന്തായിരിക്കും? വെസ്റ്റ് ആയിരിക്കും അല്ലെ. അപ്പൊ എന്താ നമ്മൾ നോക്കുക? ദ പോയിന്റ് ഫോർ ഡയറക്ഷൻ വിച്ച് ആർ നോർത്ത് അറ്റ് ദ ടോപ്പ്. മുകളിൽ എന്താണ്? ടോപ്പിൽ എന്തായിരിക്കും? നോർത്ത് ആണ്. ആൻഡ് മൂവിങ് ക്ലോക്ക് വൈസ് ഇങ്ങനെ നീങ്ങുന്ന സമയത്ത് എന്താ വരിക? യെസ്, ഈസ്റ്റ് വരും അല്ലെ. ഈസ്റ്റ് വരും, സൗത്ത് വരും, വെസ്റ്റ് വരും. അപ്പൊ ഇതിനെ വിളിക്കുന്നത് എന്താണെന്നറിയോ? കാർഡിനൽ ഡയറക്ഷൻ അല്ലെങ്കിൽ കാർഡിനൽ പോയിന്റ്സ് എന്നാണ് വിളിക്കുന്നത്. കാർഡിനൽ ഡയറക്ഷൻ അല്ലെങ്കിൽ കാർഡിനൽ പോയിന്റ്സ് എന്നാണ് വിളിക്കുക. ഇതിന്റെ നടുക്ക് കുറച്ച് എന്താണ്? ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻസ് ഉണ്ട്. ഇതിന്റെ നടുക്കായിട്ട് എന്താണ്? ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻസ് വരുന്നുണ്ട്. അപ്പൊ നോക്കിയാലോ, നോർത്തിന്റെയും ഈസ്റ്റിന്റെയും ആ ഒരു നടുക്കുള്ള ആ ഒരു ഇന്റർമീഡിയറ്റ് നമ്മൾ എന്ത് വിളിക്കും? നോർത്ത് ഈസ്റ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, നോർത്തിന്റെയും ഈസ്റ്റിന്റെയും സെൻട്രൽ ആയിട്ടുള്ളത് നോർത്ത് ഈസ്റ്റ് ആണ്. ദെൻ ഈസ്റ്റിന്റെയും സൗത്തിന്റെയും ഇടയിലുള്ള ആ ഒരു ഇന്റർമീഡിയറ്റ് എന്ത് വിളിക്കുന്നു? സൗത്ത് ഈസ്റ്റ് എന്ന് വിളിക്കുന്നു. ദെൻ അങ്ങനെ പറയുകയാണെങ്കിൽ സൗത്തിന്റെയും വെസ്റ്റിന്റെയോ? സൗത്ത് വെസ്റ്റ് എന്ന് വിളിക്കുന്നു അല്ലെ. ദെൻ വെസ്റ്റിന്റെ നോർത്തിന്റെയോ? നോർത്ത് വെസ്റ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ ഇതിന്റെ ഒക്കെ എന്താണ്? ഇന്റർമീഡിയറ്റ് ആയിട്ട് വിളിക്കുന്ന ആളുകളും ഉണ്ട് അല്ലെ. ഓക്കെ, ഇതാ അവിടെ പറയുന്നത് നോക്കിക്കോ. ഇന്റർമീഡിയറ്റ് ഡയറക്ഷൻസ് ആർ ഓൾസോ യൂസ്ഡ് നോർത്ത് ഈസ്റ്റ് NE എന്നും, സൗത്ത് ഈസ്റ്റ് SE എന്നും, സൗത്ത് വെസ്റ്റ് എന്നും, നോർത്ത് വെസ്റ്റ് എന്നും ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാർഡിനൽ പോയിന്റ്സ് എന്താണെന്ന് ക്ലിയർ അല്ലേ? നമ്മളൊരു ക്ലോക്ക് വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ എന്താണ്? നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ് ഇങ്ങനെ വരും അല്ലെ. അതാണ് കാർഡിനൽ പോയിന്റ്സ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ ഒക്കെ സെൻട്രൽ ആയിട്ട് എന്താണ്? ഇന്റർമീഡിയറ്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അതിനെ വിളിക്കുന്നതാണ് എന്ത്? NE SE SW NW എന്ന് വിളിക്കുന്നത്. ഓക്കെ, മോസ്റ്റ് മാപ്സ് ആർ സിംപ്ലി ഹാവ് എൻ ഏറോ മാർക്ക്ഡ് വിത്ത് ദ ലെറ്റർ N. അപ്പൊ എല്ലാ മാപ്പിലും നമുക്ക് കാണാൻ പറ്റുക ഇതേപോലത്തെ സിമ്പിൾസ് ആയിരിക്കും. ഇവിടെ കാണുന്ന ഇതേപോലത്തെ സിമ്പിൾസ് ആയിരിക്കും ഓരോ മാപ്സിലും ഉണ്ടാവുക. അതിന്റെ ടോപ്പിൽ എന്താണ്? എന്തായാലും N എന്തായാലും കൊടുക്കും, നോർത്ത് എന്തായാലും കൊടുക്കും. ബാക്കി നമുക്ക് എന്താണ്? ഊഹിച്ചെഴുതേണ്ടതാണ് കേട്ടോ. ഓക്കെ, N എന്താണ് ഡിനോട്ട് ചെയ്യുന്നത്? നോർത്തിനെയാണ്. വിച്ച് പോയിന്റ്സ് ടു ദ നോർത്ത് ഡയറക്ഷൻ. അപ്പം ഏല നോർത്ത് കിട്ടിയാൽ നമുക്ക് എന്തായാലും സ്വാഭാവികമായിട്ടും ഈസ്റ്റും സൗത്തും വെസ്റ്റ് ചെയ്ത് കൂടെ. അവിടെ നോർത്ത് ആണെങ്കിൽ ഇവിടെ എന്താണ്? ഈസ്റ്റ് ആണ്, സൗത്ത് ആണ്, വെസ്റ്റ് ആണ്. അങ്ങനെ എഴുതാൻ പറ്റും. സാധാരണ ഇങ്ങനത്തെ സിമ്പിൾസ് ആണ് മാപ്പുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ ഇതേപോലത്തെ കുഞ്ഞു ഇൻഫർമേഷൻ അയച്ചും ഇനിയും വരുന്നതായിരിക്കും. ബൈ.